ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഒന്നായിരുന്നു ബൈജൂസ്. മലയാളിയും സംരംഭകനുമായ ബൈജു രവീന്ദ്രനാണ് എഡ്യൂടെക് പ്ലാറ്റ്ഫോമായ ബൈജൂസിന്റെ സ്ഥാപകൻ. $22 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ബൈജൂസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കമുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പല നിയമ നടപടികളും ബൈജൂസിനെതിരെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴിതാ കമ്പനിയുടെ നിയന്ത്രണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബൈജു രവീന്ദ്രനും ഭാര്യ ദിവ്യ ഗോകുൽനാഥും. ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച പോഡ്കാസ്റ്റ് അഭിമുഖത്തിലാണ് അവർ ബൈജൂസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബൈജൂസിനെ കുറിച്ച് പലതരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട്. കമ്പനിയുടെ വായ്പാ തിരിച്ചടവ് മുടങ്ങി, ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നിവയൊക്കെയാണ് ആരോപണങ്ങൾ. തങ്ങൾ കോടതി മുറികളല്ല, ക്ലാസ് മുറികളാണ് സൃഷ്ടിച്ചതെന്നും ദിവ്യ ഗോകുൽനാഥ് പറയുന്നു. തിരിച്ചടവ് മുടങ്ങിയതോടെ ബൈജൂസിന് വായ്പ നൽകിയ പല സ്ഥാപനങ്ങളും നിയമ നടപടികൾ സ്വീകരിച്ചു. ബൈജൂസിന്റെ മാതൃസ്ഥാപനമായ തിങ്ക് ആൻഡ് ലേൺ ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും അധികം മൂല്യമുള്ള സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഒന്നായിരുന്നു.